മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ തിരുവനന്തപുരം ഡിവിഷൻ പരിധിയിൽ നടന്നുവരുന്ന റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി വിലയിരുത്തി. തിരുവനന്തപുരത്തെ റെയിൽവേ ഡിവിഷണൽ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിലയിരുത്തിയത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ചങ്ങനാശ്ശേരി, മാവേലിക്കര എന്നീ സ്റ്റേഷനുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. ആലപ്പുഴ വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം എം പി മുന്നോട്ട് വെച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ പരിധിയിൽ നടന്നുവരുന്ന റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി വിലയിരുത്തി. തിരുവനന്തപുരത്തെ റെയിൽവേ ഡിവിഷണൽ ആസ്ഥാനത്ത് വിളിച്ചുചേർത്ത യോഗത്തിലായിരുന്നു വിലയിരുത്തൽ. വിവിധ സ്റ്റേഷനുകളിൽ നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, എഞ്ചിനീയറിംഗ്, മെയിൻ്റനൻസ്, ഓപ്പറേഷൻ, ഇലക്ട്രിക്കൽ, കൊമേഴ്സ്യൽ തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയാണ് അവലോകനം ചെയ്തത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ചങ്ങനാശ്ശേരി, മാവേലിക്കര എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും എം പി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിനായി അടിയന്തര പ്രത്യേക പദ്ധതി നടപ്പാക്കണമെന്നും എം പി ഡിവിഷണൽ റെയിൽവേ മാനേജരോട് നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ യോഗത്തിൽ ചുമതലപ്പെടുത്തുകയും അടിയന്തര ആവശ്യങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. മൺട്രോത്തുരുത്ത് സ്റ്റേഷനിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ ലൂപ്പ് ലൈനായി ഉപയോഗിക്കുന്ന മാവേലിക്കര, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലെ 1ാം പ്ലാറ്റ്ഫോമുകളിലേക്ക് നോൺ പീക്ക് സമയങ്ങളിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ക്രമീകരിക്കുമെന്നും എം പിയുടെ ആവശ്യത്തിന് മറുപടിയായി ഓപ്പറേഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാവിലെയും വൈകിട്ടും ഒഴിച്ചുള്ള സമയങ്ങളിൽ ആയിരിക്കും പ്രധാനമായും നിലവിൽ ലൂപ്പ് ലൈനായി ഉപയോഗിക്കുന്ന 1ാം പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ അടുക്കുക. വിവിധ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഡിവിഷൻ വർക്കുകൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ലിഫ്റ്റുകളുടെ പ്രവർത്തനക്ഷമത വേഗത്തിൽ ഉറപ്പുവരുത്തണമെന്നും എം പി നിർദ്ദേശിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകൾക്ക് ഭാഗികമായും പത്തനംതിട്ട ജില്ലയ്ക്ക് മുഴുവനായും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആലപ്പുഴ വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി യോഗത്തിൽ മുമ്പോട്ട് വെച്ചു. ഈ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ച ഡിവിഷണൽ റെയിൽവേ മാനേജർ വന്ദേ ഭാരതിന് കായംകുളത്ത് അധിക സ്റ്റോപ്പിന്റെ സാധ്യത പരിശോധിക്കാം എന്ന ഉറപ്പും നൽകി. CDNet ന്യൂസ്, കായംകുളം.